ചരിത്രത്തിന്റെ ഗതിമാറ്റിയ മഹാസംഭവങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ച വാഴ്ത്തപ്പെട്ട അന്ന മരിയ ടേഗിയുടെ വെളിപ്പെടുത്തലുകൾ ആഗോളതലത്തിൽ വീണ്ടും ചർച്ചയാകുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചുകൊണ്ട് തന്നെ ആത്മീയതയുടെ ഉന്നതങ്ങൾ കീഴടക്കിയ ഇവർ 20-ാം നൂറ്റാണ്ടിലെ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ ഇന്നും ചരിത്രകാരന്മാരെയും വിശ്വാസികളെയും ഒരേപോലെ അമ്പരിപ്പിക്കുന്നതാണ്. അന്ന് മരിയ ടേഗിയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ വിറപ്പിച്ച 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചുള്ളവയായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ പൊലിയുന്നതിനും രാജ്യങ്ങൾ തകരുന്നതിനും കാരണമായ ഈ മഹാവിപത്തുകളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു. കേവലം ഒരു വീട്ടമ്മയായിരുന്നിട്ടും ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും യുദ്ധങ്ങളും ദർശിക്കാനുള്ള അവരുടെ കഴിവ് ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പയെപ്പോലുള്ള സഭാ നേതാക്കളെ പോലും അതിശയിപ്പിച്ചിരുന്നു. യുദ്ധങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പുറമെ ആകാശത്തുനിന്ന് ദൈവം അയക്കുന്ന ഒരു പ്രത്യേക ശിക്ഷയെക്കുറിച്ചും അന്ന് മരിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൂമിയെ മുഴുവൻ 3 പകലും 3 രാത്രിയും കഠിനമായ അന്ധകാരം വിഴുങ്ങുമെന്നാണ് ഈ ദർശനം പറയുന്നത്. ഈ സമയത്ത് വൈദ്യുതിയോ മറ്റു മനുഷ്യനിർമ്മിതമായ വിളക്കുകളോ തെളിയിക്കാനാവില്ല. വെഞ്ചരിച്ച മെഴുകുതിരികൾ മാത്രമായിരിക്കും അന്ന് പ്രകാശം നൽകുക. അന്തരീക്ഷം പകർച്ചവ്യാധികളാലും ദുഷ്ടശക്തികളുടെ സാന്നിധ്യത്താലും നിറയും. കൗതുകം കൊണ്ടോ മറ്റോ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുന്നവരോ വീടിന് പുറത്തിറങ്ങുന്നവരോ തൽക്ഷണം മരിച്ചു വീഴുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ കഠിനമായ 3 ദിവസങ്ങളിൽ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും ജപമാല ചൊല്ലി ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കണമെന്നുമാണ് അന്ന് മരിയ നൽകുന്ന ആത്മീയ സന്ദേശം. 1837-ൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട അന്ന മരിയയുടെ ഭൗതിക ശരീരം 18 വർഷങ്ങൾക്ക് ശേഷവും യാതൊരുവിധ അഴുകലുമില്ലാതെ പുതുമയോടെ കാണപ്പെട്ടു എന്നത് അത്ഭുതമാണ്. 1920 മെയ് 20-നാണ് സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. പരിഹൃദയ ജ്ഞാനവും ദൂരെയുള്ള കാര്യങ്ങൾ തത്സമയം കാണാനുള്ള അവരുടെ കഴിവും ആധുനിക കാലത്തെ വിശ്വാസികൾക്കും വലിയൊരു പ്രചോദനമാണ്. ലോകം വീണ്ടും യുദ്ധഭീതിയിലും അശാന്തിയിലും നട്ടം തിരിയുന്ന ഈ സാഹചര്യത്തിൽ അന്ന മരിയ ടേഗിയുടെ സന്ദേശങ്ങൾ ഏറെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. വൈദികർ പീഡിപ്പിക്കപ്പെടുമെന്നും സഭ വലിയ പ്രതിസന്ധികൾ നേരിടുമെന്നുമുള്ള അവരുടെ വാക്കുകൾ ഇന്നും പലയിടങ്ങളിൽ അനർത്ഥമാകുന്നു. പ്രാർത്ഥനയിലൂടെയും പശ്ചാത്താപത്തിലൂടെയും മാത്രമേ ലോകത്തിന് സമാധാനം കൈവരൂ എന്നാണ് ഈ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.